ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എ is equal to 230. അതായത് എ പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയി. ആ വേരിയബിളിലേക്ക് നമ്മൾ എന്താണ് അസൈൻ ചെയ്യുന്നത്? 230 എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തു. അതായത് ഇത് അസൈൻ ഓപ്പറേറ്റർ ആണ്. 230 എന്നിട്ട് അസൈൻ ചെയ്തു. അതിനുശേഷം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 230, അതായത് 230 if a greater than 100, 230 greater than 100 ആണോ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് അത് ചെക്ക് ചെയ്യും. ഇതിന്റെ അകത്ത് എന്താണ് പ്രിന്റ് എഫ് പറഞ്ഞാൽ ഒരു വേർഡ് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യുക. നമ്മൾ പ്രിന്റ് എഫ് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഇന്ത്യ എന്നുള്ളത് പ്രിന്റ് ആവും. ഇത് ഈഫ് എൽസീഫ് അങ്ങനത്തെ ഒരു ലാഡർ ആണ്. അപ്പൊ ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ അടുത്ത കണ്ടീഷൻ ആയിട്ടുള്ള എൽസീഫിലേക്ക് പോവില്ല. അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നേരെ ഇതിന്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് പോവുക. ലാസ്റ്റ് പോർഷൻ കഴിഞ്ഞാൽ ഈഫ് എൽസീഫ് ലാസ്റ്റ് പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? ഇന്ത്യ മാത്രമായിരിക്കും ഔട്ട്പുട്ട് വരിക. ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഈ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കണം. GCC MCQ, അതിനുശേഷം റൺ ചെയ്ത പ്രോഗ്രാം ഔട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ടാ, അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുന്നത്? ഇന്ത്യ എന്നായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതേ ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ a equal to 230 ചെക്ക് ചെയ്തു. അതിന് a equal to 230, അതിനുശേഷം a greater than 100 ആയതുകൊണ്ട് ഇന്ത്യ പ്രിന്റ് ആയി. അതിനുശേഷം ഈഫിന്റെ ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ചെക്ക് ചെയ്തില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ഈഫിന് ശേഷം നേരെ ഇങ്ങോട്ടാണ് പോവുക. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്തിട്ട് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫ് സ്ലാഷ് എന്ന് പറഞ്ഞ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോഗ്രാം ടെർമിനേറ്റഡ് ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? a equal to 230, ആ 230 ഗ്രേറ്റർ തന്നെ 100. അപ്പൊ ഈ കണ്ടീഷൻ ട്രൂ ആയി, ഇന്ത്യ എന്ന് പ്രിന്റ് ആയി. പിന്നെ ഈ രണ്ട് എൽസീഫ് ചെക്ക് ചെയ്യില്ല. അതിനുശേഷം നേരെ പ്രിന്റ് എഫിലേക്ക് പോകും. അതായത് ഈ ലൈൻസ് ഒന്നും ചെക്ക് ചെയ്യാണ്ട് നേരെ അതിന്റെ അടിയിൽ എന്താ ഉള്ളത്? ആ ലൈൻസ് അവിടെ നിന്നുള്ള ലൈൻസ് ആയിരിക്കും ഇനി എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? പ്രിന്റ് എഫ് പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമല്ല. ഇതിന്റെ ഔട്ട്പുട്ട് ഇന്ത്യ, അതിനുശേഷം ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലാഷിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യ ഒരു ലൈൻ വരും, പിന്നെ അടുത്ത ലൈനിൽ പ്രോഗ്രാം ടെർമിനേറ്റഡ് ഔട്ട്പുട്ട് വരും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് GCC MC ആ ഫയലിന്റെ നെയിം അടിക്കുക. അതിനുശേഷം .a12 ആ ഫയൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ജസ്റ്റ് റൺ ചെയ്യുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാ ഇന്ത്യ പ്രോഗ്രാം ടെർമിനേറ്റഡ്. ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കി നോക്കാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഈ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. ആദ്യം ഒരു വാല്യൂ കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. വാല്യൂ കൊണ്ടുള്ള വേരിയബിൾ ജസ്റ്റ് ക്രിയേറ്റ് ആക്കി. ആ വാല്യൂ എന്ന വേരിയബിളിൽ എന്താണുള്ളത്? വാല്യൂ എന്ന വേരിയബിളിൽ 10 ആണുള്ളത്. അതിനുശേഷം ഈഫിന്റെ അകത്ത് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻ ഓപ്പറേറ്റർ ആണ്. അപ്പൊ 0 എന്നുള്ള വാല്യൂ എന്ന വേരിയബിളിലേക്ക് അസൈൻ ആയിരിക്കും. അപ്പൊ ഇവിടെ വാല്യൂ എന്ന വേരിയബിൾ 10 ആയിരുന്നു ഓൾറെഡി ഉണ്ടാകുന്നത്. ആ വാല്യൂ മാറിയിട്ട് ഇപ്പോൾ ഉള്ളത് 0 ആണ്. അപ്പൊ ഈ ഈഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഇതിലേക്ക് ശരിക്കും എന്തായിരിക്കും? ഈഫ് ഓഫ് 0 എന്നായിരിക്കും. കാരണം വാല്യൂ എന്താണ്? 0 ആണ്. വാല്യൂ എന്ന വേരിയബിളിലേക്ക് 0 അസൈൻ ചെയ്തു. അപ്പൊ ഇത് ടോട്ടലി ഇപ്പൊ ഈ കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കും. ഈഫ് ഓഫ് 0. ഈഫിന്റെ അകത്ത് 0 എന്ന വാല്യൂ വരികയാണെങ്കിൽ ആ കണ്ടീഷൻ എപ്പോഴും ഫോൾസ് കേസ് ആയിരിക്കും, ട്രൂ കേസ് ആയിരിക്കില്ല. അപ്പൊ ഈഫിന്റെ അകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവില്ല. എൽസിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ആയുള്ള ഗുഡ് ബൈ ആയിരിക്കും പ്രിന്റ് ആവുക. ഈഫിന്റെ അകത്ത് ഒരു നൺ നെഗറ്റീവ് വാല്യൂ ഈഫ് ഓഫ് -3 ഓർ ഈഫ് ഓഫ് -2, അല്ലെങ്കിൽ ഈഫിന്റെ അകത്ത് ഒരു പോസിറ്റീവ് വാല്യൂ ഈഫ് ഓഫ് 4, ഈഫ് ഓഫ് 2, അങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ വാല്യൂ വരികയാണെങ്കിൽ അതെല്ലാം ട്രൂ കേസ് ആയിരിക്കും. ഈഫിന്റെ അകത്ത് 0 വരികയാണെങ്കിൽ ഫോൾസ് കേസ് ആയിരിക്കും. ഇത് ഈ ഔട്ട്പുട്ട് ഇതിന്റെ അകത്ത് അപ്പൊ എന്തായിരിക്കും വരിക? അതിന്റെ ആൻസർ ഗുഡ് ബൈ എന്നായിരിക്കും പ്രിന്റ് വരിക. അത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യുക. പ്രോഗ്രാം എടുക്കുക, ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. GCC ആ ഫയലിന്റെ നെയിം അടിക്കുക. അതിനുശേഷം ഒരു .out ഫയൽ വന്നിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS ടൈപ്പ് ചെയ്ത് കൊടുത്ത് കിട്ടും. LS ടൈപ്പ് ചെയ്ത് കൊടുത്ത് കണ്ട കുറെ ഫയൽ നമ്മളിപ്പോ .out പറഞ്ഞിട്ട് റൺ ചെയ്യാനുള്ള ഫയൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് റൺ ചെയ്യുക. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കണ്ട ഗുഡ് ബൈ എന്നാണ് വന്നത്. ഇനിയിപ്പോ നമ്മൾ ചെയ്ത പ്രോബ്ലം വേറെ ഒന്ന് കുറച്ച് മാറ്റി വരുത്തണം. അതായത് ഏറ്റവും ആദ്യം വാല്യൂ ഈക്വൽ ടു 0 എന്ന് അസൈൻ ചെയ്യണം. അതിനുശേഷം ഇവിടെ വാല്യൂ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൽ എന്താണ് വ്യത്യാസം? ആദ്യം നമ്മൾ വാല്യൂ കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ആക്കി. ആ ക്രിയേറ്റ് ആക്കിയ വേരിയബിൾ എന്താണുള്ളത്? 0. അതിനുശേഷം വാല്യൂ ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് 0 ഈക്വൽ ടു 0. ഇവിടെ ഡബിൾ അസൈൻ ഓപ്പറേറ്റർ ആണ് കൊടുത്തുള്ളത്. ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ അർത്ഥം പറഞ്ഞാൽ അസൈൻ ചെയ്യാന്നല്ല. സിംഗിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ റൈറ്റ് സൈഡുള്ള വാല്യൂ ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യും. അതായത് a equal to 10 ആണെങ്കിൽ 10 എന്ന വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യും.
അതാണ് അതിന്റെ മീനിങ്. ഡബിൾ ഈക്വൽ ടു പറഞ്ഞാൽ ചെക്ക് ചെയ്യാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റിലും ലെഫ്റ്റിലുള്ള വാല്യൂ ചെക്ക് ചെയ്തു, രണ്ടും ഈക്വൽ ആണെങ്കിൽ ട്രൂ കേസ് ആണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു, അതിനുശേഷം വാല്യൂ ഈക്വൽ ടു 0 ആയിട്ട് ഈക്വൽ ടു ചെക്ക് ചെയ്യണം, 0 ഈക്വൽ ടു 0. അപ്പൊ ഈ കേസ് ട്രൂ ആണ്. അപ്പൊ ഇവിടെ ട്രൂ ആണ്. അപ്പൊ ഈഫിന്റെ അകത്തുള്ള എന്താണ് പ്രിന്റ് ചെയ്യുക? വെൽക്കം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വെൽക്കം എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക. പക്ഷെ ഇതേ പ്രോബ്ലം തന്നെ ഇപ്പൊ വാല്യൂ ഈക്വൽ ടു 10 ആയിരിക്കുക, വാല്യൂ ഈക്വൽ ടു 10 വാല്യൂ ഈക്വൽ ടു 0. അങ്ങനെ ആകുമ്പോൾ 10 ഈക്വൽ ടു 0 എന്നായിരിക്കും ചെക്ക് ചെയ്യുക. അപ്പൊ അത് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഗുഡ് ബൈ എന്ന് തന്നെയായിരിക്കും പ്രിന്റ് ആവുക. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലല്ല നമ്മൾ മാറ്റം വരുത്തിയത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? വെൽക്കം എന്നായിരിക്കും വരിക. ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്യാം. അപ്പൊ ഡോട്ട് ആഡ് ഔട്ട് ഫയൽ ഒന്നുണ്ടായിരിക്കും, അത് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം എന്നായിരിക്കും വരിക. അതാണ് ഈ പ്രോഗ്രാം മുന്നത്തെ നമ്മളുടെ വ്യത്യാസം. സിംഗിൾ അസൈൻ ഓപ്പറേറ്ററും ഡബിൾ ഈക്വറ്റും കൊടുത്താൽ വ്യത്യാസം. സിംഗിൾ അസൈൻ ഓപ്പറേറ്റർ കൊടുത്താൽ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യും. ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ പറഞ്ഞാൽ ചെക്ക് ചെയ്യണം ഉദ്ദേശിച്ചത്. അപ്പൊ റൈറ്റിലും ലെഫ്റ്റിലും ഒരേ വാല്യൂ ആണെങ്കിലാണ് ട്രൂ കേസ് ആയിട്ട് വരിക. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കി നോക്കാം. അടുത്ത പ്രോബ്ലം പറഞ്ഞാൽ ഇതാണ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഓരോ കേസസ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ കേസ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഫ്ലോട്ട് വാല്യൂ പാടില്ല. അതായത് കേസ് 1 ഇതൊക്കെ ട്രൂ കേസ് ആണ്, കേസ് 2 ഇതൊന്നും കുഴപ്പമില്ല. കേസ് 8.0 ഓർ കേസ് 4.0 അങ്ങനത്തെ ഫ്ലോട്ട് വാല്യൂ എന്താ നമ്മുടെ സ്വിച്ചിന്റെ അകത്ത് പാടില്ല. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ലൈൻ തെറ്റായിട്ടായിരിക്കും വരിക. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കമ്പൈൽ എറർ ആയിരിക്കും കിട്ടുക. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ ലൈനിൽ കമ്പൈൽ എറർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ജസ്റ്റ് ആ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കി നോക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് കമ്പൈൽ എറർ ആണ് വരിക. ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം റൺ ചെയ്യണം. ജസ്റ്റ് CC ജസ്റ്റ് ആ ഫയൽ നെയിം അടിക്കുക. കണ്ട കമ്പൈൽ ചെയ്തപ്പോൾ എറർ കിട്ടി. എറർ കേസ് ലേബൽ ഡസ് നോട്ട് റെഡ്യൂസ് ആൻ ഇന്റിജർ കോൺസ്റ്റന്റ്. അതാണ് ആ എറർ നെയിം. അതായത് കേസ് ലേബൽ ഒരിക്കലും ഇന്റിജർ കോൺസ്റ്റന്റ് ആയിട്ട് മാറില്ല. അപ്പൊ കേസ് 8 ഉള്ളത് ഞാൻ ജസ്റ്റ് മാറ്റാണ് വിചാരിക്കുക. ജസ്റ്റ് ആ ലൈനിൽ പോയിട്ട് കേസ് 8.0 എന്നുള്ളത് ജസ്റ്റ് മാറ്റണം. 8.0 എന്നുള്ളത് മാറ്റിയിട്ട് ജസ്റ്റ് 8 എന്നാക്കി. ഇനി ആ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ സ്വിച്ചിന്റെ അകത്തുള്ള 6 ആണ്. അപ്പൊ 6th കേസ് ഏതാണ് വരിക? അത് പ്രിന്റ് ആവും. അതായത് 6th കേസ് സ്കൂൾ പ്രിന്റ് ആയി. പക്ഷെ കേസിന് ഒരു പ്രോബ്ലം ഉണ്ട്, അല്ല സ്വിച്ചിനൊരു വ്യത്യാസം എന്താ, ഒരു പ്രത്യേകത പറഞ്ഞാൽ സ്വിച്ചിന്റെ അകത്ത് ഏത് കേസാണോ ട്രൂ ആയിട്ട് വരുന്നത് അതിന്റെ ഇടയിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് തൊട്ട് താഴെ അടുത്ത കേസിലേക്ക് പോകും. അതായത് ഇവിടെ സ്കൂളിൽ നിന്ന് പ്രിന്റ് ആവും. അതായത് ഞാൻ ഈ ജസ്റ്റ് ആ പ്രോബ്ലം അതായത് നമ്മുടെ സ്വിച്ചിന്റെ അകത്ത് ഇപ്പൊ ഞാന് കേസ് 6 ആണ്. കേസ് 6 ആയതുകൊണ്ട് സ്കൂൾ പ്രിന്റ് ആവും. അതായത് സ്കൂൾ നിന്നായിരിക്കും ആദ്യം പ്രിന്റ് ആവുക. സ്കൂൾ പ്രിന്റ് ആയിരിക്കും. സ്കൂൾ പ്രിന്റ് ആയിട്ട് ഇത് പ്രോഗ്രാം ടെർമിനേറ്റ് ആവില്ല. കാരണം ഇവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ല. അതായത് ഓരോ കേസിനും സെപ്പറേറ്റ് ബ്രേക്ക് കൊടുത്താൽ മാത്രമേ അതിന് ടെർമിനേറ്റ് ആവുള്ളൂ. അപ്പൊ ഇവിടെ കേസ് സ്കൂൾ പ്രിന്റ് ആയി. അതിനുശേഷമുള്ള കേസ് അതും പ്രിന്റ് ആവും. അതായത് സ്കൂൾ പ്രിന്റ് ആവും. അതിനുശേഷം ഇൻഫർമേഷൻ അതും പ്രിന്റ് ആവും. ഇൻഫർമേഷൻ അവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ല, ഇല്ല. പിന്നെ ഏതാ? ടെക്നോളജീസും പ്രിന്റ് ആവും. ഇതായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരിക. ടെക്നോളജീസിന്റെ അവിടെ ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു 3 ലൈനായിരിക്കും പ്രിന്റ് ആവുക ഈ ഒരു പ്രോഗ്രാമില്. അതിന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം ജസ്റ്റ് റൺ ചെയ്ത് നോക്കുക. കണ്ട ഇവിടെ ബ്രേക്ക് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. കേസ് 6ലും ബ്രേക്ക് കൊടുത്തിട്ടില്ല, 8ലും കൊടുത്തിട്ടില്ല, 7ലും കൊടുത്തിട്ടില്ല. അപ്പൊ സ്വിച്ച് 6 ട്രൂ ചെക്ക് ചെയ്യും. 6 കേസ് ലേബിൾ എവിടെയാണ് വരുന്നത്? ഇവിടെ. ആ സ്കൂൾ പ്രിന്റ് ആവും. പിന്നെ അവിടെ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത കേസ് ലേബിലുള്ളതും പ്രിന്റ് ആവും. ഇൻഫർമേഷൻ, ടെക്നോളജി, അത് 3ഉം പ്രിന്റ് ആവും. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കി നോക്കാം. CC MCQ കമ്പയർ ചെയ്തു. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂള്, ഇൻഫർമേഷൻ, ടെക്നോളജി. ഞാൻ ജസ്റ്റ് ബ്രേക്ക് കൊടുക്കാണ് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ബ്രേക്ക് കൊടുത്തിരിക്കുക. അതായത് സ്കൂള്, അതായത് സ്വിച്ചിന്റെ അകത്ത് 6 ആണ്. അപ്പൊ 6th എന്താണോ അത് മാത്രം നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ സ്കൂളിന്റെ അവിടെ ജസ്റ്റ് ഞാൻ ബ്രേക്ക് കൊടുത്തിരിക്കുക. ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കേസിലേക്ക് പോവില്ല. നേരെ സ്കൂൾ പ്രിന്റ് ആവും. പിന്നെ നേരെ ഈ സ്വിച്ചിന്റെ ഔട്ട് സൈഡിലേക്ക് ആവും പോവുക. ഔട്ട് സൈഡ് നമ്മളൊന്നും ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് സ്കൂൾ മാത്രമായിട്ടാവും വരിക. ജസ്റ്റ് ഞാൻ പ്രോഗ്രാം റൺ ചെയ്യണം. CC MCQ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? സ്കൂൾ മാത്രമാണ് വരിക. അടുത്തൊരു MCQ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? നമ്മൾ ഇതിൽ int A=7 വേരിയബിൾ കൊടുത്തു, Bക്ക് 10 എന്ന് കൊടുത്തു, Cക്ക് 3 എന്ന് കൊടുത്തു. അതിനുശേഷം if else കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുത്തുള്ളത്. if else ഇത് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. ബ്രേക്ക് എന്ന വേർഡ് if else-ന്റെ അകത്ത് ഒരിക്കലും വരാൻ പാടില്ല. ബ്രേക്ക് നമ്മൾ യൂസ് ചെയ്യുക ഒന്നെങ്കിൽ സ്വിച്ച് കേസ്, നമ്മൾ മുന്നത്തെ പ്രോഗ്രാം കണ്ടില്ലേ, സ്വിച്ചിന് യൂസ് ചെയ്യും. അല്ലെങ്കിൽ വൈൽ ലൂപ്പില്ലേ, വൈല്, ഫോർ ലൂപ്പ്. ഈ വൈല്, ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഡു വൈല് അങ്ങനത്തെ ലൂപ്പിലും അതേപോലെ
സ്വിച്ച് കേസിൽ മാത്രമേ ബ്രേക്ക് യൂസ് ചെയ്യൂ. ബ്രേക്ക് ഒരിക്കലും if else യൂസ് ചെയ്യില്ല. അപ്പൊ ഈ പ്രോഗ്രാം നമുക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് കമ്പൈൽ എറർ കിട്ടും. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വിത്തിൻ ലൂപ്പിന്റെ അകത്തല്ല പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്യാം. CC_MCQ ജസ്റ്റ് റൺ ചെയ്യുക. കണ്ടോ, ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് നോട്ട് വിത്തിൻ ലൂപ്പ് ഓർ സ്വിച്ച്. അതായത് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ലൂപ്പിന്റെ അകത്തോ സ്വിച്ചിന്റെ അകത്തോ അല്ല കൊടുത്തുള്ളത്, നമ്മൾ if else അകത്താണ് കൊടുത്തുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കമ്പൈലർ എറർ കിട്ടും. അപ്പൊ ബ്രേക്ക് കീവേഡ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും.